ഇനി നമ്മൾ 2022 ഓക്കെ 2022 ജൂൺ GT1 S4 ക്വസ്റ്റ്യൻ പേപ്പറാണ് 2019 സ്കീമാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം, എ പാർഷ്യലി സാച്ചുറേറ്റഡ് സാമ്പിൾ ഹാസ് എ നാച്ചുറൽ വാട്ടർ കണ്ടൻറ്റ് ഓഫ് 10%. വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് W ആണ്. ബൾക്ക് യൂണിറ്റ് വെയ്റ്റ് ഓഫ് വെയ്റ്റ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഗാമ. The specific gravity of the solid is 2.67, that is G. Determine the void ratio and degree of saturation. What will be the saturated unit weight of the sample? അപ്പോൾ ആദ്യം നമുക്ക് given data എഴുതാം. നാച്ചുറൽ വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് W ആണ്. ബൾക്ക് യൂണിറ്റ് വെയ്റ്റ് ഗാമ തന്നിട്ടുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ സോളിഡ്സ് G തന്നിട്ടുണ്ട്. ഓക്കെ, ടു ഫൈൻഡ് ദ വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കണം, ദാറ്റ് ഈസ് E കണ്ടുപിടിക്കണം. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഗാമ സാച്ചുറേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതിന് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്ക് എഴുതാം. ഫോർമുല എന്തുവാ? ഗാമ ഡി ഈസ് ഈക്വൽ ടു ഗാമ ഡിവൈഡഡ് ബൈ 1+W. ഗാമ ഈസ് ഈക്വൽ ടു G ഇൻറ്റു ഗാമ W ഇൻറ്റു 1+W ഡിവൈഡഡ് ബൈ 1+E. ഇൻ്റെ ഫോർമുല ഗാമ സാച്ചുറേഷൻ്റെ ഫോർമുല. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം വോയിഡ് റേഷ്യോ വേണം അല്ലേ? ഈ വോയിഡ് റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ, നമുക്ക് ഗാമ തന്നിട്ടുണ്ട്, G തന്നിട്ടുണ്ട്, W തന്നിട്ടുണ്ട്. അപ്പോൾ ഗാമ G W, ഗാമ W നമുക്കറിയാം അല്ലേ? അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് E കണ്ടുപിടിക്കാം ആദ്യം. ഓക്കെ, അപ്പം ഈ ഫോർമുലനകത്ത് എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഗാമ ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് 17 ഈസ് ഈക്വൽ ടു G, ദാറ്റ് ഈസ് 2.67 ഇൻറ്റു 9.81, ദാറ്റ് ഈസ് ഗാമ W ഇൻറ്റു 1+W. 10% ആണ്, അതുകൊണ്ട് 0.1 ഡിവൈഡ് ബൈ 1+E. അപ്പോൾ ഇതിലിരുന്ന് നമുക്ക് ഇൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ E കണ്ടുപിടിക്കുവാണെങ്കിൽ നമുക്ക് ഈ ഫോർമുലനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എസ് കിട്ടും അല്ലേ? E അറിയാം, W അറിയാം, G അറിയാം, എസ് കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇൻ്റെ ഫോർമുലനകത്ത് WG ഇൻറ്റു എസ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് WG സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എസിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഇൻ പെർസെൻറ്റേജ് എഴുതും. പിന്നെ ഗാമ സാച്ചുറേഷൻ ചോദിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് G+E ഡിവൈഡ് ബൈ 1+E ഇൻറ്റു ഗാമ W. G അറിയാം, E കണ്ടുപിടിച്ചിട്ടുണ്ട്, ഗാമ W 9.81, അത് അപ്ലൈ ചെയ്ത് ഗാമ സാച്ചുറേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, പിന്നെ റിസൾട്ട് എല്ലാം എഴുതുക. ഓക്കെ, അപ്പോൾ അടുത്ത പ്രോബ്ലം, ദ ഫീൽഡ് ഡ്രൈ യൂണിറ്റ് വെയ്റ്റ് ഓഫ് ദ സോയിൽ ഇസ് 15.5 kN/m³. The weight of the soil filled in a container of one volume in its loose state and its dense state or തന്നിട്ടുണ്ട്, what is the density index. അപ്പോൾ given data എഴുതുക. ഡ്രൈ യൂണിറ്റ് വെയ്റ്റ് ദാറ്റ് ഈസ് ഗാമ ഡി. G തന്നിട്ടുണ്ട്. വെയ്റ്റ് ഓഫ് ദ സോയിൽ ഇൻ 1 liter കണ്ടെയ്നർ ഇൻ ഇറ്റ്സ് ലൂസസ്റ്റ് സ്റ്റേറ്റും ഡെൻസസ്റ്റ് സ്റ്റേറ്റും തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഡെൻസിറ്റി ഇൻഡെക്സ് ആണ്, ആർ യു ക്യാൻ കോൾ ഇറ്റ് ആസ് റിലേറ്റീവ് ഡെൻസിറ്റി. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റി ഇൻഡെക്സ് റിലേറ്റീവ് ഡെൻസിറ്റീൻ്റെ ഫോർമുലയാണ് അടുത്ത് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇ മാക്സ് മൈനസ് ഇ ഡിവൈഡ് ബൈ ഇ മാക്സ് മൈനസ് ഇ മിനിമം ഇൻറ്റു 100. ഓക്കെ, ഈ വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഗാമ. ഓക്കെ, അപ്പം ഇ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, അതായത് ഈ പ്രൊപ്പോർഷണൽ ഡിവൈഡ് ബൈ ഗാമ ഡി. ഈ മാക്സിമം ആയിരിക്കുമ്പോൾ ഗാമ ഡി മിനിമം ആയിരിക്കും, ഈ മിനിമം ആയിരിക്കുമ്പോൾ ഗാമ ഡി മാക്സിമം ആയിരിക്കും, ബിക്കോസ് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പം നമ്മളെങ്ങനെ എഴുതാം? ഈ മാക്സിന് പകരം 1 ഗാമ ഡി മിനിമം എന്ന് എഴുതാം. ഈ മിനിമം എന്ന് വെച്ചാൽ 1 ഗാമ ഡി മാക്സിമം എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഗാമ ഡി മിനിമം വെയ്റ്റ് ഡിവൈഡ് ബൈ 1 liter വോള്യൂം അല്ലേ? അവർ വെയ്റ്റ് ഓഫ് ദ ഡ്രൈ സോയിൽ ഇൻ 1 liter കണ്ടെയ്നറിന് തന്നിട്ടുണ്ട്. അപ്പോൾ ഗാമ ഡി അതിൻ്റെ വെയ്റ്റ് ഡിവൈഡ് ബൈ 1 liter. അപ്പോൾ അത് നമുക്ക് ഗാമ ഡി മിനിമമും ഗാമ ഡി മാക്സിമമും കിട്ടും. ഗാമ ഡി ആൾറെഡി അവർ തന്നിട്ടുള്ളത് 15.5. അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് വാല്യൂനകത്ത് ഫോർമുലനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഐ ഡി ഡെൻസിറ്റി ഇൻഡെക്സ് കിട്ടും. ഓക്കെ, ഇ മാക്സ് മൈനസ് ഇ ഡിവൈഡ് ബൈ ഇ മാക്സ് മൈനസ് ഇ മിനിമം, ഇത് ഈ ഒറ്റ ഫോർമുല
മനസ്സിലാക്കുക. ഈ മാക്സിന് ചിലപ്പം വോയിഡ് റേഷ്യോ ഇൻ മാക്സിമം മിനിമം അങ്ങനെ ഡയറക്റ്റായിട്ട് തരുവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം. പക്ഷേ ഇവിടെ നമുക്ക് ഗാമ യൂണിറ്റ് വെയിറ്റ് അങ്ങനെയാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ റിലേഷൻഷിപ്പ് എന്താണ് ആദ്യം മനസ്സിലാക്കണം. വോയിഡ് റേഷ്യോ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഗാമ ഡി. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അടുത്ത ഫോർമുല നമുക്ക് പെട്ടെന്ന് എഴുതാം. മാക്സിമം ആണെങ്കിൽ മിനിമംന് എഴുതിയാൽ മതി, മിനിമം ആണെങ്കിൽ മാക്സിമംന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ അടുത്ത മോഡ്യൂളുള്ള പ്രോബ്ലം നോക്കാം.